നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിമോനെ ഇതുവരെ കണ്ടില്ലല്ലോ കൈമളേട്ട. അവൻ വരും രാജലക്ഷ്മി. ജയരാമനെ ജാമ്യത്തിലിറക്കാനുള്ള എന്തെങ്കിലും വഴികൾ കണ്ടെത്തിയിട്ടേ അവൻ വരൂ. ദൈവമേ, എന്റെ കുഞ്ഞിന് മാത്രം എന്താ ഇങ്ങനൊരു കഷ്ടകാലം? ഇതൊരു ശാപമാ കൈമളേട്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജലക്ഷ്മി, എന്താ ഇങ്ങനെയൊക്കെയെന്ന്. വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ സ്വയം ആശ്വസിക്കാൻ വേണ്ടി തത്വചിന്തകളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനുഭവിക്കാതെ തന്നെ. കാർത്തിമോ വന്നല്ലോ. എന്തായി മോനെ? പറ, എന്താ നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി മുത്തച്ഛ. കേസ് വളരെ സ്ട്രോങ്ങാ. ഉടനെ ജാമ്യം കിട്ടാൻ വലിയ പാടാ. എന്റെ ദൈവമേ. എന്തായാലും ഞാൻ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ടാലന്റഡ് ആയ ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ശ്രമിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും സമാധാനായിട്ടിരിക്കും. കൈമളേട്ട, എന്റെ മോള് നന്ദിനി, അവള് എങ്ങനെ ഈ സങ്കടം സഹിക്കും കൈമളേട്ട? മോളെ, മോനെ കാർത്തിക്, നിന്റെ വല്യമാവന് ജാമ്യം പോലും കിട്ടില്ലല്ലേ? ദൈവമേ, അത് എന്റെ മോൻ വിഷമിക്കണ്ട, സാരമില്ല. എനിക്കിപ്പോ ഇതൊരു ശീലമായിപ്പോയി. ജീവിതം മുഴുവൻ കണ്ണീര് കുടിച്ചു കുടിച്ച് ഇനി കരയാതെ ജീവിക്കാൻ വയ്യെന്നായി. അമ്മേ, അമ്മേ കരയല്ലേ അമ്മേ? മോളെ, അമ്മേ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായാലും അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, തീർച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.